നിരന്തരമായ സാധനയാൽ പ്രതിക്രിയയെ പോഷിപ്പിക്കുന്ന ആളുകളുണ്ട്. എഴുത്ത് എന്ന് പറയുന്നത് കല ഏതായാലും പ്രത്യേകിച്ച് എഴുത്തിന്റെ മേഖലയാകട്ടെ, അത് കണ്ണീര് കൊണ്ടുള്ള ഒരു പണിയാണ്. ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കണ്ണുനീരുണ്ടാവും. പ്രത്യേകിച്ച് ജീവശോഭനയുടെ ഭാഗമായി ഏതൊരു മനുഷ്യനുണ്ടാകാവുന്ന ദുഃഖം. ഇത് വില കുറഞ്ഞ കണ്ണീരാണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവൊന്നുമില്ല. പക്ഷെ ആ കണ്ണുനീരിനെ മറ്റൊരു ശില്പമാക്കി മാറ്റി പണിയുന്നതാണ് കല. കാണായതപ്പടി കണ്ണുനീര് എങ്കിലും ഞാൻ ഉയർക്കൊള്ളുന്നു വിശ്വാസ ശക്തിയാൽ എന്നൊരു കവി നമ്മുടെ മുറ്റത്ത് നിന്നാണ് പാടി. കാണായതപ്പടി കണ്ണുനീര് ലോകം മുഴുവൻ വലിയ കണ്ണുനീരാണ്. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കണ്ണുനീരാണ്. യുദ്ധം കൊണ്ട്, മാനസികമായ സംഘർഷം കൊണ്ട്, മറ്റു പല കാരണങ്ങളാൽ നമ്മുടെ ഉള്ളിലുള്ള അധികമായ ഊർജത്തെ, പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സാമത്തെ, ആഗ്രഹത്തെ നമ്മൾ നേരം പോലെ വിനിയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കാട്ടാളന്മാരാവുകയും ആ ഊർജത്തെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചു വിടുമ്പോൾ നമ്മൾ കവിയാവുകയും ചെയ്യും. അതുകൊണ്ടാണ് വാൽമീകിയുടെ കഥ അതൊരു കഥ